ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറ മമ്മി. ഇപ്പൊ ഞാൻ പേടിക്കുന്നതേ എന്റെ ജീവനെയാ. എന്നെ കൂട്ടത്തെ വേണമെങ്കിൽ മമ്മി ഇറങ്ങിപ്പോക്കോ. പക്ഷെ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നാളെ എന്റെ മരണവാർത്ത കേട്ട് മമ്മിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. അതെ, ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മളായിട്ട് ഒന്നും ചെയ്യാതിരുന്നത് നന്നായി അല്ലേ ഉദേട്ടാ? പിന്നെ അല്ലാതെ, അല്ലെങ്കിലേ എല്ലാരും കൂടി ചേർന്ന് നമ്മളെ കുറ്റം പറയുമായിരുന്നു. ഇതിപ്പോ നമുക്കൊന്നും ചെയ്യേണ്ടിയും വന്നില്ല, ബർത്ത്ഡേ കൊളായി കിട്ടുകയും ചെയ്തു. നവീന്റെ പോക്ക് കണ്ടിട്ട് ഇനി ഗാദിയായിട്ട് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ലല്ലോ അല്ലേ അമ്മേ? ആ, ഇതിപ്പോ അവന്റെ അഭിമാന പ്രശ്നമല്ലേ, അവൻ വിട്ടുകൊടുക്കൂല. എന്തായാലും സിത്താര മോളെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പൊട്ടിത്തെറിയും കൂടെ ഉണ്ട്. ഷോ, അത് എത്രയും പെട്ടെന്ന് അങ്ങ് നടന്നാ മതിയായിരുന്നു. അയ്യോ എന്റെ ഭഗവാനെ, എല്ലാം നിന്റെ ലീലാവിലാസം. ഈ നിലയ്ക്ക് തന്നെ എല്ലാം തുടർന്നങ്ങ് പോട്ടെ. ഹോ, ഹാ. എന്റെ പൊന്നു സാറേ, എന്റെയൊക്കെ ഒരു ജീവിതത്തിൽ കാണാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പൊ ഈ കൺമുമ്പിൽ സംഭവിക്കുന്നത്. ഞാനും അതേ ഞെട്ടല്ല കേട്ടോ അനീൻ സാറേ. ഗോപാല, എന്റെ ജീവിതം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായ കാര്യങ്ങളാ ജീവിതത്തിൽ സംഭവിക്കുക. ആദ്യം ഞങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ എല്ലാവർക്കും ഇടയിൽ എനിക്ക് നല്ല സ്ഥാനമായിരുന്നു. പക്ഷേ ജീവിതത്തിലേക്ക് കടന്നപ്പോഴോ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് ശ്രീനിവാസൻ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്നായി വരുത്തി തീർക്കൽ. അങ്ങനെ ഒരുപാട് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഇത്. സാറേ, കഥകളൊക്കെ നമുക്ക് പിന്നീട് പറയാം കേട്ടോ. സാർ ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞേ സാറിന്റെ മോളോട്. ശരി, നമ്മളെ കട്ട് ചെയ്തോ. Happy birthday to you. Happy birthday to Krishna. Happy birthday to you. Happy birthday to Krishna Mol. അച്ഛൻ കൊടുക്കുമോളെ. വേണ്ട മോളെ, ഇതൊക്കെ പതിവായിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ തന്നെ മതി. ശാന്തി അധികം കഴിക്കട്ടെ. നമുക്കേ നമ്മുടെ രീതികളൊന്നും മാറ്റണ്ടമ്മേ. മോൾക്കുട്ടി, സാറേ, നാളെ കവല മുഴുവൻ നമുക്ക് ദീപം തെളിയിച്ചാലോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്താലോ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ മോൾക്കുട്ടി. ഇപ്പൊ എന്റെ മനസ്സിന്റെ സന്തോഷം അത്രയോ. അല്ലെങ്കിലേ ഇപ്പൊ അത് വേണ്ട. ആദ്യം ഇതെല്ലാരും ഒന്ന് അംഗീകരിക്കട്ടെ. അതിനുശേഷം നമുക്കേ ഒരു ഗംഭീര പാർട്ടി അങ്ങ് അറേഞ്ച് ചെയ്തേക്കാം. എന്തു പറയുന്നു? അത് മതി. സമൂഹം അംഗീകരിക്കാന്നുള്ളതേ ഏറ്റവും വലിയ കാര്യ. സമൂഹത്തിന് അംഗീകരിക്കാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ശ്രീനിവാസൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കാണാപ്പാടതാ. അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്റെ മകളെ തേടിയാ നടക്കുന്നതെന്ന്. കൃഷ്ണയാണ് എന്റെ മകളെന്ന് ഈ നാട്ടിൽ ഒരു കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ അതാണ് അതിന്റെ രജിസ്ട്രേഷൻ. പിന്നെ ഇവിടെ ശ്രീനിവാസന്റെ മകള് തന്നെ, നോ ഡൗട്ട്. അല്ലേ മോളെ?
ദാ. അയ്യോ വേണ്ട. അയ്യോ അയ്യോ വേണ്ട വേണ്ട വേണ്ട. അയ്യോ മൊത്തത്തിൽ. വേണ്ട. മമ്മി, ഞാൻ മമ്മിയോടൊപ്പം വീട്ടിലേക്ക് വരാം. പറ്റില്ല. ഫംഗ്ഷനോ മുടങ്ങി. അതിന്റെ കൂടെ മോളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ? ഹാ, എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല മമ്മി. ഇപ്പോഴത്തെ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കാം. ഇന്നത്തെ ദിവസം എന്റെ പിറന്നാൾ ദിവസം തന്നെ ആയിരിക്കും. നാഗങ്ങള് കണക്ക് തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന. ഇവിടെ നിന്നാ ഇനി ഞാൻ കൊല്ലപ്പെടും മമ്മി. മോളെ, അവരൊക്കെ ചോദിക്കുന്നതിന് മമ്മിക്ക് മറുപടി ഇല്ല. അവിടെ അങ്ങനെ ഒരു നാഗമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാ. പലതവണ നീ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതല്ലേ. അതിന്റെ പേരിൽ ഞാനും ആ നവീന്റെ അച്ഛനും തമ്മിൽ എന്തോരം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. എന്റെ അഭിമാനം നോക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ താന്നു നിന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ നീ ഇറങ്ങിപ്പോയാ നവീന്റെ മുന്നിൽ നിനക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? കളരിക്കൽ വീട്ടുകാർക്ക് മാത്രമല്ല, വേറെ ആർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. മോൾ ഇവിടെ ഒന്ന് നിന്നേ പറ്റൂ. ഇതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ. ഞാൻ മരിച്ച മമ്മിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ. പറ മമ്മി. ഇപ്പൊ ഞാൻ പേടിക്കുന്നതേ എന്റെ ജീവനെയാ. എന്നെ കൂട്ടത്തെ വേണമെങ്കിൽ മമ്മി ഇറങ്ങിപ്പോക്കോ. പക്ഷെ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നാളെ എന്റെ മരണവാർത്ത കേട്ട് മമ്മിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. പ്ലീസ് മമ്മി, ഇപ്പൊ എനിക്കിതൊന്നും ആലോചിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. എന്റെ മനസ്സിലിപ്പോ അത് മാത്രമേ ഉള്ളൂ. എന്നൊന്ന് മനസ്സിലാക്കും മമ്മി, പ്ലീസ്. മമ്മിയുടെ മോളല്ലേ പറയുന്നേ. ഞാൻ നവീനോടും സുമിത്രയോടും ഒന്ന് സംസാരിക്കട്ടെ. പരിഹാരം ഉണ്ടാക്കാം. നീ നിന്റെ ജീവനെ കുറിച്ച് പേടിക്കുമ്പോ അതിലെനിക്ക് തർക്കിക്കാൻ പറ്റില്ലല്ലോ. മമ്മി ഇനിയും നാണം കെട്ടോളാം. അവൾക്കിപ്പോ അവളുടെ അച്ഛനെ അറിയാം, അമ്മയെ അറിയാം. അച്ഛൻ, അമ്മ, മോള്, അവർക്കിടയിൽ ഒരു അധികപ്പറ്റി ഞാന്. എനിക്ക് എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങേണ്ടി വരും. എന്റെ മോളെ വിട്ട് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. പെൺമണിയാ